ചെയ്യൂലേ നേരത്തെ മുഖത്ത് പിന്നെയും പിഗ്മെന്റേഷൻ കൂടി വരും. SPF യൂസ് ചെയ്യുന്ന നല്ല വീട്ടിൽ ഇരിക്കുമ്പോ പോലും നമ്മൾ യൂസ് ചെയ്യുന്ന അങ്ങനെ ഞാനും കേട്ടു. 60 എന്നും പറഞ്ഞപ്പോ മരണം കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതെ അതെ. നമ്മുടെ സന്തോഷങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തുക. ആരും നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യല. നമ്മൾ തന്നെ സന്തോഷിക്കണം. നമ്മൾ തന്നെ സന്തോഷിക്കണം. അമ്മേ ഇന്ന് മമ്മീനെ ഒരുക്കി വിടുക. ഞാൻ പറഞ്ഞേട്ടെ. പിന്നെ പരിപാടി ഒക്കേഷൻ ഒരു ആദ്യ കുർബാന ഒരു മാമോദീസേ ഉള്ളൂ. പിന്നെ ഇച്ചിരി അടിച്ചു വിളിച്ചു പോലോ. അത് വേണ്ട, മിനിമൽ അങ്ങനെ മമ്മി സാധാരണ ഡെയിലി എന്നും പോകുന്ന പോലെ അത് കൂടുതലൊന്നും തോന്നരുത്. ഒന്നും തോന്നരുത്. വൃത്തിയാവും കേട്ടോ. ശകലം പൗഡറോ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഇച്ചിരി സൺസ്ക്രീനും പൗഡറും മാത്രം മതി. അത് മാത്രം. ഫൗണ്ടേഷൻ ഒന്നും വേണ്ട. ഇച്ചിരി ഒന്ന് കണ്ണെഴുതണം. കണ്ണ് ഞാൻ പിന്നെ അവിടെ പോയാലും എഴുതും. ലിപ്സ്റ്റിക് ഇടണം. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അത്ര ഇഷ്ടമല്ല വെച്ചാൽ എനിക്ക് എല്ലാവരുടെയും ഒപ്പം നിന്നാൽ മതി. എനിക്ക് അവരിൽ നിന്നും വേറിട്ട് കാണിക്കണം. എനിക്ക് അങ്ങനെ ചിന്തകളോ അങ്ങനത്തെ എന്താ പറയുക അങ്ങനത്തെ വിചാരങ്ങളൊന്നുമില്ല. സാധാരണക്കാരെ പോലെ ജീവിക്കുന്നു, സാധാരണക്കാരുടെ ഇടയിൽ ജീവിക്കുന്നു, സന്തോഷം കണ്ടെത്തുന്നു, അങ്ങനെ അങ്ങനെ അങ്ങ് പോവുക, ജീവിച്ചു പോവുക. മമ്മിയുടെ കുറച്ച് ഗ്ലാമർ നമ്മൾ കുറച്ചു വിടാം. ആയിക്കോട്ടെ. കണ്ണാടിയൊക്കെ മാറ്റിക്കോ. കണ്ണടച്ചിരുന്നു. മുഖം കഴിയോ? നമ്മൾ ഫേസിൽ എന്നാ ചെയ്യുന്നതിന് മുന്നേ മുഖമൊക്കെ കഴുകണം. നല്ല റോസ് വാട്ടറിന്റെ മണം. റോസ് വാട്ടർ റോസ് വാട്ടർ ഇട്ടെന്ന് ഓർത്ത് പൊട്ടിയാവൊന്നുമില്ല, പേടിക്കണ്ട. നിങ്ങളുടെ മൂക്കുത്തിയൊക്കെ ഹീലായോ അമ്മേ? മൂക്കുത്തിയൊക്കെ കൊറേ നാളുകൂടി എല്ലാരും കാണുന്നല്ലേ? ടീച്ചർ സുന്ദരിയായി എന്നൊക്കെ പറയട്ടെ എല്ലാരും. എനിക്കൊരു പരസ്യമല്ലേ? മകൾക്ക് പരസ്യമാണ്, കാര്യം നല്ലതാണ്. എന്നാലും എനിക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഒത്തിരി മേക്കപ്പ് ഒന്നും വേണ്ട. ഇതൊക്കെ വല്ല മേക്കപ്പ് ആണോ അമ്മേ? ലൈറ്റ് ആയിട്ട്, ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാല് ലൈറ്റ് ആയിട്ട് ഇട്ടും തോന്നരുത്, ഇട്ടുന്ന് തോന്നരുത്, എന്നാ ഇടുക അതുപോലെ. മോയ്സ്ചറൈസറിന് പകരം കുറച്ച് സിറമാണ് നമ്മുടെ മുഖത്തിടുന്നത്. സിറം എന്തിനാന്നറിയാവോ? നല്ലൊരു തിളക്കമൊക്കെ കിട്ടും നമ്മുടെ മുഖത്ത്, നാച്ചുറൽ ഗ്ലോ. ഈ നോർത്തിലുള്ള പ്രായമായവർ പോലും നന്നായിട്ട് പുട്ടിയൊക്കെ ഇട്ട് നടക്കുള്ളൂ കേട്ടോ. എന്നിട്ട് തന്നെ മമ്മി മാറാത്ത നോർത്തിൽ പോയി. സൗത്ത് അല്ലേ ഈ ഭയങ്കര നമ്മൾ ഓർക്കും നോർത്തിലെ എല്ലാ ആൾക്കാരും ഭയങ്കര സൗന്ദര്യമാണ്, നമ്മളെ പോലെയൊക്കെ തന്നെയാണ് അല്ലേ? അവര് നല്ലോണം മേക്കപ്പ് ചെയ്യും, നന്നായിട്ട് മേക്കപ്പ് ചെയ്യും കേട്ടോ. മേക്കപ്പിന് അവർ നന്നായിട്ട് പൈസ കൊടുക്കും. അത് ഉണ്ടല്ലോ, അത് അവര് ഈ കുറഞ്ഞ സാധനം ഒന്നും മേടിച്ച് തേക്കോ ഇല്ല. അവിടെ നമ്മളിപ്പം വീട്ടിലൊക്കെ പണിക്കൊക്കെ വരുന്നേ അവരൊക്കെ ആണെങ്കിലും നന്നായിട്ട് മേക്കപ്പ് ചെയ്യും, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ശരിക്കും നന്നായിട്ട് മേക്കപ്പ് ചെയ്തേ നടക്കുള്ളൂ, സുന്ദരികളായിട്ടേ നടക്കുള്ളൂ. ഇച്ചിരി മോയ്സ്ചറൈസറും കൂടി ഇട്ടേക്കാം, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇച്ചിരി പ്രായമൊക്കെ ആയവർക്കേ നല്ലോണം മോയ്സ്ചർ ചെയ്ത് കൊടുക്കണം സ്കിന്ന്. പ്രായമായിന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കാറില്ല കേട്ടോ. സോറി അതല്ല, തമാശ അല്ല, ഞാൻ അങ്ങനെയൊന്നും ഓർക്കാറ് പോലും ഇല്ല. ഇത്രയും പ്രായമായ നമ്മുടെ ചാച്ചനും അമ്മയ്ക്കും ഒക്കെ 50 ആയപ്പോ തൊട്ട് അവർക്ക് 50 ആയല്ലോ എന്നൊക്കെ ഓർത്ത് 60-70 പറഞ്ഞ ഭയങ്കരമായിട്ട്. നമുക്ക് ആ പ്രായമായിട്ട് 60 വയസ്സൊക്കെ എന്ന് പറയുന്ന ഒരു പ്രായമായിട്ട് തോന്നുന്നില്ല. ആയി എന്നാ അതിന് തോന്നണില്ല. ശരിയാ, എനിക്കിപ്പോഴും 20 എന്നുള്ള എന്റെ മനസ്സിൽ അങ്ങനെ അങ്ങ് സന്തോഷമായിട്ടൊക്കെ അങ്ങ് പോവുക. അത് തന്നെ മനസ്സിലാ പ്രായം അല്ലേ? അത് തന്നെ. 60 ആയെന്നും പറഞ്ഞപ്പോ മരണം കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതെ അതെ. നമ്മുടെ സന്തോഷങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തുക. ആരും നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യല. നമ്മൾ തന്നെ സന്തോഷിക്കണം. കാരണം കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊക്കെ നമ്മൾ സന്തോഷിക്കണമെന്നേ. എനിക്ക് അങ്ങനെയാ. അത് തന്നെ. എനിക്ക് അങ്ങനെ ഒരു കുഞ്ഞ് സാധനം കിട്ടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. മീൻസ് ഒരു കുഞ്ഞ് പാത്രങ്ങളൊക്കെ ഇരിക്കണ സ്ഥലം ഒന്ന് മാറ്റി വെക്കുകയൊക്കെ ചെയ്താൽ, സ്ഥാനം മാറ്റിയൊക്കെ വെക്കൂല്ലേ നമ്മള്, അതൊക്കെ ഒരു സന്തോഷം. അത്രയൊക്കെ ഉള്ളൂ എനിക്ക്. വലിയ ഡയമണ്ടിന്റെ നെക്ലേസ് വേണമെന്നോ, വലിയ മാല വേണം, വലിയ വിലയുടെ ഡ്രസ്സ് വേണം, അങ്ങനെയൊന്നുമില്ല. ഉള്ളത് ഹാപ്പിയാ. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തും. മമ്മി ഇത് ക്ലിനിക്കിന്റെ SPF ഇത് കണ്ടോ? SPF 50 ഉണ്ട് ഇതിനകത്ത്. ഉച്ചവരെ മമ്മി എത്ര വെയിൽ കൊണ്ടാലും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഇതൊക്കെ പറഞ്ഞ എന്റെ മേക്കപ്പ് കിറ്റിൽ എന്താ? മമ്മിക്ക് ഞാൻ ബോഡി ഷോപ്പിന്റെ SPF വന്നിട്ടില്ല, അത് നല്ലതാ മമ്മി. അത് 50 ആണോ? അത് ഇത്രയും തന്നെ ഉള്ള. അതെനിക്ക് ഇഷ്ടാട്ടോ. ഇട്ട് കഴിഞ്ഞാലേ ഒരു ഒട്ടലില്ല. ഒട്ടലില്ല.
നല്ല നല്ല SPF യൂസ് ചെയ്യണം നമ്മൾ എപ്പോഴും, അല്ലെങ്കിൽ ഒരു ഒട്ടല എപ്പോഴും. ഇതിന് കുറച്ച് വൈറ്റ് കാസ്റ്റ് ഉണ്ട്, പക്ഷെ ഒരു വൃത്തിയായിട്ട വൈറ്റ് കാസ്റ്റ് അല്ല. നമ്മൾ ഇടുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തൊരു കളറൊക്കെ വരും. അങ്ങനത്തെ SPF ആയത്. ഭയങ്കര കോസ്റ്റ്ലി ആമി. ആണോ? ട്യൂബിന് 3000 രൂപ എന്റെ വില. അയ്യോ എന്റെ അമ്മ പറഞ്ഞായിരുന്നു ഇടിക്കല്ലോ അല്ലേ. അത് മമ്മിക്ക് ഞാൻ തന്നത് ആ ഒരു റേഞ്ചിലുള്ളതാ. കാരണം SPF നമ്മൾ ഇച്ചിരി പൈസ മുടക്കണം എന്ന് ഞാൻ പറയുന്നത്. കാരണം നല്ല സാധനങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ അല്ലെ ഭയങ്കര ഒട്ടലായിരിക്കും. എനിക്ക് എന്നാതെ SPF ഇടുന്ന ഇഷ്ടമേ ഇല്ലാത്ത ആളാ. ഞാൻ ഇടുവാണെങ്കിൽ ഒട്ടലില്ലാത്തത് ഇടുള്ളൂ, അല്ലെ ഞാൻ ഇടത്തില്ല SPF, അത്രേ ഉള്ളൂ. ഇതിട്ടപ്പോ തന്നെ നമ്മുടെ മുഖം നല്ല ഫെയർ ആയി. പെട്ടെന്നേ ഒരു ഫെയർനെസ് വരും. അത് ലാസ്റ്റ് ചെയ്യത്തില്ല. നമ്മൾ ഇച്ചിരി ഫൗണ്ടേഷൻ ഒക്കെ ഇട്ടാലേ മുഖം വൃത്തിയായിട്ട് ഇരിക്കത്തുള്ളൂ. എനിക്ക് പിഗ്മെന്റേഷൻ ഒക്കെ കുറയും മമ്മി. SPF ഒക്കെ എല്ലാ ദിവസവും യൂസ് ചെയ്യണം. കാരണം നമ്മളിങ്ങനെ വെയിലത്തിറങ്ങി പണിയൊക്കെ ചെയ്യൂലേ, നേരത്തെ മുഖത്ത് പിന്നെയും പിഗ്മെന്റേഷൻ കൂടി വരും. SPF യൂസ് ചെയ്യുന്ന നല്ലതാ. വീട്ടിൽ ഇരിക്കുമ്പോ പോലും നമ്മൾ യൂസ് ചെയ്യുന്ന നല്ലതാ. അങ്ങനെ ഞാനും കേട്ടു. മമ്മി എന്നിട്ട് ഞാൻ തന്നിട്ട് വിടാറില്ല അല്ലേ എല്ലാ ദിവസവും? വെരി ഗുഡ്. ഞാനിങ്ങനെ ഇടാറില്ല, ഇടണം ഇനി. അതിനാ ഇത് പ്രൈമർ. ഓ അതൊക്കെ അടിക്കണോ? ഒരു ഇച്ചിരി. ദൈവമേ ചുമ്മാ വേണ്ട കേട്ടോ. മതി മതി മതി. അല്ല ഇതിട്ടെന്ന് ഓർത്ത് മമ്മി വെളുത്ത് പൂമ്പഴം പോലെ ആവൊന്നുമില്ല. പ്രൈമർ ആയത് നമ്മൾ ഇടുന്ന സാധനം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാ. അല്ലെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് കഴിയുമ്പോ വെയിലൊക്കെ കൊണ്ടുമ്പോ എല്ലാം ഒളിച്ച് വരുമ്പോ എല്ലാരും പറയാം, അയ്യാ ടീച്ചർ മുഖത്തെല്ലാം മേക്കപ്പ് ആയിരുന്നല്ലേ. ഇത് ഒലിച്ച് പോവാതിരിക്കാനുള്ള സാധനങ്ങളാണ്. അതെ തടയണയാണ്. ഇതിട്ടാ അങ്ങോട്ടും പോവില്ല. നമ്മൾ എന്തിട്ടാലും ഇച്ചിരി കഴുത്തേലൊക്കെ ഇടണം. മമ്മി എങ്ങനെയാണെന്നറിയാവോ? മുഖത്തൊരു 1 കിൻഡില് പൗഡർ ഇടും, എന്നിട്ട് മുഖം വേറെ കഴുത്ത് വേറെ. ഞാൻ കഴുത്തേലൊക്കെ പൗഡർ ഇടുമ്പോഴാറുണ്ട്. എന്നിട്ട് പറയാം, കൊച്ചേ കൂടുതലാണോ കൊച്ചേ? ഏയ് ഒട്ടും കൂടുതലല്ല. എന്റെ പൊന്നു മമ്മി. ഇവിടെ പ്രായത്തിലുള്ളവർക്ക് ഏറ്റവും നല്ലതുണ്ടല്ലോ, ഞാനൊരു ഇതായിട്ട് പറയാണേ, ഇപ്പൊ വീഡിയോ കാണുന്നവർക്കും കൂടെ വേണ്ടിട്ട് പറയാം. ഏറ്റവും നല്ല BB ക്രീം ഇല്ലേ, അതാകുമ്പോ കുറച്ച് മോയ്സ്ചറൈസറും ഉണ്ട്, ചെറിയൊരു ഫൗണ്ടേഷൻ ടിന്റും ഉണ്ട്. അങ്ങനത്തെ എന്റെ കയ്യില് BB ക്രീം കുറവാണ്, ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷെ BB ക്രീം നല്ലതാ. നമുക്കൊരെണ്ണം മേടിച്ചാലോ? എനിക്ക് മേടിക്കാം. നമുക്ക് കൊച്ചിയിൽ പോകുമ്പോൾ മേടിക്കാം, നൈക്കേന്നൊക്കെ മേടിക്കാം. അതൊക്കെ ഇനി എന്നാ പോണേ? ഇനി പ്രസവം കഴിഞ്ഞു പോമി. കുളിച്ചില്ലേ? തല പഠിക്കണേ. എനിക്ക് ഇവിടെ ഇവിടെ വേദനയൊക്കെ എടുക്കണം. പല്ലിന്റെ ഏതാന്ന് തോന്നുന്നു. തലക്കൊക്കെ ഒരു വയ്യാഴിക. അതെന്നാ പിന്നെ വച്ചോണ്ടിരിക്കുന്നോ? എല്ലാം വച്ചോണ്ടിരിക്കുന്ന മതി. ചെറുതായിട്ടൊരു മേക്കപ്പ് വേണ്ടെന്നേ. ഇതേ ഞാൻ താഴെ പോയി കണ്ണാടിയിലൊക്കെ നോക്കി എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കി. എന്നിട്ട് കഴുകി കളയോ? കൂടുതലാണെങ്കിൽ കഴുകി കളയും കേട്ടോ, വെറുതെ ഇടുന്ന വിടില്ല. കൂടുതലാണെങ്കിൽ കഴുകി കളഞ്ഞിട്ടേ പോകുള്ളൂ. നാളെ ഒത്തിരി തൂത്ത് വെക്കണ്ട ഇടിയല്ല അങ്ങനെയൊന്നും. അതൊന്നും കഴുകി കളയല്ലേ മീൻ. ആഴ്സിന്റെ ഫൗണ്ടേഷനാണ്. കഴുകി കളഞ്ഞ മമ്മീനെ എടുത്തിട്ടിരിക്കും കാണുന്നവരെ കേട്ടോ. അങ്ങനെ മേക്കപ്പ് വേണ്ടാത്ത ഇത് വല്ല മേക്കപ്പ് ആണോ? നമ്മളെപ്പോഴും വൃത്തിയായി നടക്കണം. അതൊക്കെ ശരിയാട്ടോ. ചത്താലും ചമഞ്ഞ് കിടക്കണമെന്നൊരു ചൊല്ലില്ലേ. എനിക്ക് അങ്ങനെ ഒരുങ്ങിയൊക്കെ നടക്കാൻ ഇഷ്ടമൊക്കെ കേട്ടോ. നമ്മളെപ്പോഴും വൃത്തിയായിട്ട് നടക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇച്ചിരി ഒരുങ്ങി നടക്കുന്നതിനൊന്നും കുഴപ്പമില്ല മമ്മി. പുട്ടിയല്ലല്ലോ, ഓവറല്ലല്ലോ, ചെറുതായിട്ട്. എന്നിട്ട് ദൈവം ഇത്രയും സൗന്ദര്യമൊക്കെ തന്നിട്ട് ഇച്ചിരി ഭംഗിയായിട്ട് വൃത്തിയായിട്ടൊക്കെ നടക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഓക്കെ, ക്യാമറ കാണാം മമ്മിക്ക്. നല്ല കളർ വെച്ചോട്ടോ. ഇത് ഓക്കെ, അതിന് മാത്രം കളർ അവിടെ ഇരിക്കും മമ്മി. കഴുത്തേരങ്ങൾ എന്റെ മകളെ അതിനാ എന്താ അത്ര കൂടുതലൊന്നുമില്ല. പിന്നെ പൗഡറുകൾ ഇട്ടാൽ പണി തീർന്നു. കോമ്പാക്റ്റ് മാറൊരു ഡിസ്റ്റർബൻസ് ആണ് മേക്കപ്പ് ഇടുന്നു. അവിടെയൊക്കെ ഇച്ചിരി തൂക്കണം, അല്ലെങ്കിൽ കഴുത്ത് വേറെ. അയ്യോ ടീച്ചറെ കഴുത്ത് എടുക്കാതെയാണോ വന്നത്? കഴുത്ത് മാറിപ്പോയല്ലോ എന്നൊക്കെ. കണ്ണാടി മാറ്റിക്കോ ഇങ്ങനെ അടിച്ചിങ്ങനെ. ബ്രഷ് എനിക്ക് ഇങ്ങനെ മേടിച്ചു തന്നാലോ? ഇഷ്ടപ്പെട്ടോ? തന്നെ ചെയ്യാൻ മേലെ ഇങ്ങനെ മമ്മി എന്നാ ചെയ്യുന്നത്? എന്നിട്ട് എന്തെങ്കിലും ഇടുവോ? എല്ലാം മേടിച്ചു കൂട്ടി വെക്കും, ഒന്നും ഇടുകയല്ല. വേറെ കേട്ടോ എന്റെ സ്വഭാവം അങ്ങനെ. ഓ ഇനി നന്നാവുമോ? ഞാൻ നന്നാക്കണമല്ലോ. ഞാൻ ചുമ്മാ പറഞ്ഞാട്ടോ, എനിക്കിങ്ങനെ ബ്രഷ് ഒന്നും വേണം. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞു. പക്ഷെ നല്ല അമ്മി ബ്രഷ് ഉണ്ടെങ്കിൽ പണി എളുപ്പമാ. അമ്മയ്ക്കൊരു കളറും വെച്ചു,
എന്താ പറയാ, ഒരു ഗ്ലോയും ഉണ്ട്. ഇനി ഇച്ചിരി കോമ്പാക്ട് പൗഡറും കൂടി ഇട്ടാൽ മതി, മമ്മി സെറ്റാണ്. അറിയാൻ മേലത് എന്നതൊക്കെയാണ്. നമ്മളെപ്പോഴും ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ഒരു സ്കിന്നിന് മേക്കപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ചെയ്യേണ്ട കാര്യം കേട്ടോ മമ്മി. നിങ്ങളെല്ലാം, എൻ്റെ മമ്മിക്കാണെങ്കിലും ഞാനിങ്ങനെ ഫൗണ്ടേഷനൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ മമ്മിയുടെ കുഴപ്പം എന്നാണെന്നറിയാവോ, എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോൾ ഒരു ഇച്ചിരി എടുത്തങ്ങ് ഇടും ഡയറക്റ്റ്. മോയ്സ്ചറൈസർ ഒന്നും ഇടുകയല്ല, മുഖം ഭയങ്കര ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ചെവിയിലൊന്നും ചെയ്യണ്ടേ? ചെവി ചെവി ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിടണം പൗഡറൊക്കെ ഇടുമ്പോഴേ. മമ്മിയുടെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞു. മേക്കപ്പ് എന്ന് പറയാനൊന്നുമില്ല, ജസ്റ്റ് പൗഡർ. നിങ്ങൾ പൗഡർ ഇടില്ലേ, അതിങ്ങനെ വാരിയല്ലേ ഇടുന്നത്, അങ്ങനെ ഇടുന്നില്ല. ഇത് മിനിമലായിട്ട് ഇട്ടു, അത്യാവശ്യം ഒന്ന് ഇതായി. ഇനി പരത്തി എഴുതണ്ട, ഇങ്ങനെ പരത്തി എഴുതില്ല, അതാ ഇഷ്ടം എനിക്ക്. അതാണ് ഇഷ്ടം. ഇന്ന് ഇച്ചിരി സെറ്റിംഗ് സ്പ്രേ അടിക്കണേ, കണ്ണടച്ചിരുന്നു. ഇനി അത് അനങ്ങിയല്ല. ഇനി ഇന്നത്തെ ദിവസം മൊത്തം വേണേ മമ്മി തുള്ളിച്ചാടി നടന്നോ, ഒരു കുഴപ്പമില്ല. ഏറ്റവും ലൈറ്റ് കളറ് ലിപ്സ്റ്റിക്ക്. ഒരിച്ചിരി ലിപ് ഗ്ലോസ് ഇട്ടിട്ട് ലിപ്സ്റ്റിക്ക് ഇടുവാണെങ്കിൽ എന്നാന്നറിയാം ഗുണം, ഇങ്ങനെ കാണിച്ചേ, നല്ലോണം മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും, ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കത്തില്ല. ഇച്ചിരി ഒരു ലിപ്സ്റ്റിക്ക് ഇടുവാണേ, ഇട്ടെന്ന് പോലും അറിയുന്നില്ല. കണ്ണാടി നോക്കട്ടെ, ഉണ്ടോ? ഇത് മതി. ഇതുപോലെ കല്യാണവർക്കിനൊക്കെ ഞാൻ പോകുമ്പോഴുണ്ടല്ലോ, മമ്മിയുടെ പ്രായമുള്ള അല്ലെങ്കിൽ മമ്മിയെക്കാളും പ്രായമുള്ള ആളുകളൊക്കെ എൻ്റെ അടുത്താണ് വരുന്നത്. എനിക്ക് അവരെയൊക്കെ ഡീൽ ചെയ്ത് നല്ല എക്സ്പീരിയൻസാ. ബ്രൈഡിനെ ഒരുക്കിയിട്ട് നമുക്ക് ഇഷ്ടംപോലെ സമയം കാണുമല്ലോ, മോളെ ഇതൊന്ന് ഇട്ട് തരോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊക്കെ അങ്ങനെ പണ്ടുപോയിട്ടുണ്ട്. എനിക്കറിയാം അവരുടെ കറക്റ്റ് പാകം എത്രയാണെന്ന് എനിക്കറിയാം. അവരൊന്നും പറയില്ല, സാറ്റിസ്ഫൈഡാ, അതുകൊണ്ട് പേടിക്കണ്ട. ഇനി കണ്ണെന്നെഴുതാം, അത്രങ്ങടെ മതി കേട്ടോ. അത് ലൈറ്റ് ആയിട്ടൊന്ന് കണ്ണെഴുതി വിടാം. ഇത് ബ്രൗൺ അല്ല, ബ്ലാക്ക് കാജലാണ് കേട്ടോ. കണ്ണിന്റെ വാട്ടർ ലൈനിൽ മാത്രം ഒന്ന് എഴുതാം. കണ്ണ് നിറയാൻ തുടങ്ങി. പോരെ, ധാരാളം ധാരാളം ഒരു ഓളവും കൂടെ. സുന്ദരിയായാലോ, അല്ലെങ്കിൽ സുന്ദരിയാ. ഈ മുടിയും കൂടെ സെറ്റ് ചെയ്യാം. തലമുടി കണ്ടല്ലോ അന്നേ. തലമുടി എങ്ങനെയാ നമുക്ക് വേണ്ടേ? ചുമ്മാ ഇങ്ങനെ പുറകോട്ട് കിടന്നാൽ മതി, ഇങ്ങനെ ചുമ്മാ പുറകോട്ട് കിടന്നാൽ മതി. ഇങ്ങനെ നെറ്റില് മമ്മിക്ക് ഉണ്ടല്ലോ, ചില ആളുകൾ പറയും എന്റെ മുടിയുടെ ഘടന ഒട്ടും മാറരുത്, എന്നാ മുടി എന്തെങ്കിലും ചെയ്യാൻ വേണം, ആ ടൈപ്പാട്ടോ മമ്മി. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ ചുറ്റിപ്പോളല്ലോ മമ്മി. ഇതിങ്ങനെ വളഞ്ഞിങ്ങോട്ടിരുന്നാ മതി. വളച്ചു വെക്കണതാണോ മമ്മിക്ക്? ഒതുങ്ങിയാ മതി, കുറച്ച് അങ്ങനെ ഇരുന്നോട്ടെ, പക്ഷെ ഒത്തിരി ഇരുന്നോട്ടെ. നിലവിൽ എനിക്ക് തോന്നുന്നു ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്താൽ നല്ലതായിരിക്കും. സ്ട്രെയിറ്റൻ വേണ്ടായിരിക്കും, അന്നേരം അങ്ങ് ഒഴുകി കിടക്കില്ലേ? ആണോ? ഒഴുകണ്ട, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്നേ ഉള്ളൂ, പേടിക്കണ്ട. ഡ്രയർ ഞാൻ എടുത്തോണ്ട് വന്നില്ല, താഴെ ഡ്രയർ. വേണ്ടെന്നേ, എന്തേലും ചെയ്തില്ലെങ്കിൽ സുഖം. മമ്മി ഒരു ശകലം എന്തെങ്കിലും അങ്ങനെ പറന്ന് ചാടാതെ. മമ്മിക്ക് ക്രീം വെച്ച് ഒട്ടിച്ചു വെക്കുന്ന സിസ്റ്റം ഒരു ശകലം അങ്ങനെ തിരി. അതായത് ഈ പഴയ കാരണന്മാരൊക്കെ എണ്ണയൊക്കെ തൂത്തിട്ട് ഇങ്ങനെ വടിച്ചു വെക്കുന്ന പോലെ. പുഷ്പരാജാണോ ഉദ്ദേശിച്ചത്? അതിഷ്ടമില്ല, അത് കൊള്ളൂലോ അമ്മ അങ്ങനെ വെച്ചാ. അത് കൊള്ളിയല്ല, ഒരു ഔട്ട്ഡേറ്റഡ് ആണത്. മമ്മി ഈ സ്ട്രെയിറ്റ്നർ തല വെക്കുന്നത് തന്നെ പേടിയാ അല്ലേ? എന്റെ മുടിയെല്ലാം കൊഴിഞ്ഞു പോകുന്നൊക്കെയാ പറയണേ. സ്ട്രെയിറ്റ് ചെയ്ത് ഓർത്ത് മുടി കൊഴിയുന്ന മമ്മിയുടെ ആരാ പറഞ്ഞേ? അതൊക്കെ ചുമ്മാ നമ്മുടെ ഓരോ ഇതല്ലേ. സ്ട്രെയിറ്റ് ചെയ്ത് ഒട്ടിച്ച് മറ്റേ പച്ചാളം പാസ് പോലെ ആക്കാനല്ല എൻ്റെ ഉദ്ദേശം. ഇതൊക്കെ എൻ്റെ ഡ്രയർ എല്ലാം താഴെ അമ്മിയിരിക്കുന്നേ. ഞാൻ ഡ്രയർ വെച്ചൊരു പണിയാന്ന് ഓർത്തുണ്ടായിരുന്നു, പക്ഷെ ഡ്രയർ ഇനി എടുത്തോണ്ട് വരണം. ഇരുന്നോളൂ. പിന്നല്ലേ, നമ്മൾ ഹെയർ കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്നതില കാര്യം. ചുമ്മാ നമ്മൾ ഹെയർ കട്ട് ചെയ്തു, അവര് പാർലറുകാർ സെറ്റ് ചെയ്ത് തന്നു, അപ്പൊ അത് ഭംഗിയായിട്ടിരിക്കും. അതിന് വീട്ടിൽ വന്ന് നമ്മൾ ഒരു ശ്രദ്ധയില്ലെങ്കിൽ അത് മെനയായിട്ട് ഇരിക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഉറക്കം വരുക. തലേ പണിയുമ്പോ എല്ലാവർക്കും ഉറക്കം വരും. മമ്മി കിടന്ന് ഉറങ്ങാനോ തോന്നണേ, മടി തോന്നും അല്ലേ പോവാൻ. നല്ല ഫുഡൊക്കെ കഴിക്കുമ്പോ മമ്മിക്ക് ഇവിടെ വന്നിട്ട് ഉറങ്ങാൻ സെറ്റായല്ലോ. ഇന്നലെ മമ്മി തന്നെ കളർ ചെയ്തു കേട്ടോ, ഇച്ചിരി കളർ പിടിക്കാനുണ്ട്.
മമ്മി ഏകദേശം ഉടായ്പ് കളറിങ് ആയിപ്പോയി. നമ്മൾ തൊടുപുഴ പോയി കളർ ചെയ്തോണ്ടിരുന്നല്ലേ, ഇന്നലെ സമയം കിട്ടിയില്ല കേട്ടോ. സെറ്റിംഗ് സ്പ്രേ അടിച്ചങ്ങ് വിട്ട് കഴിഞ്ഞാലോ നമ്മുടെ തലമുടി ഒന്നുപോലെ അനങ്ങിയില്ല. പക്ഷെ അത് കഴുകി കളയണം വന്നിട്ട്. പൊതിയായിരിക്കുന്നത് ആണോ? ഓക്കെ. ഈ മാല എനിക്ക് മമ്മി പേഴ്സണലി ഉണ്ടല്ലോ, ഇത്രയും ഇത്രയും മതി മാല, ഇത്രയും ലെങ്ത് മതി. ഒരു കുഞ്ഞ് ചെയിൻ എന്നിട്ട് ഇവിടെ ഒരു പെൻഡന്റ്. മമ്മി എന്ത് പറഞ്ഞാൽ കേൾക്കില്ല കേട്ടോ. വലിയ മാല, താലിമാലയൊക്കെ ഇട്ട് അമ്മ നടക്കും. ഇനി ഇതിന് ഷോളൊന്നും ഇടാൻ പോകണ്ട കേട്ടോ. പള്ളി പോണതാ? പള്ളി പോണാണല്ലോ അല്ലെ. എന്നാ ഷോൾ ഇട്ടോ. ഞാൻ മൂക്കുത്തി ഒന്ന് തുടച്ചു തരാവേ. വിക്കറ്റ് ഇച്ചിരി പൗഡർ. നമുക്കോ ഞാൻ പോയി നല്ല ഫുഡൊക്കെ കഴിച്ചു തരാം. അതെ, നമ്മളെങ്ങനെ കോർത്തരേ. അതെ. മമ്മി റെഡിയല്ലേ? റെഡി. എന്നാ ഓടിക്കോ. മമ്മിയുടെ ഗ്ലാമറൊക്കെ കൂടിയിട്ടുണ്ട്. ധൈര്യമായിട്ട് വെക്കോ കേട്ടോ. പോയിട്ട് വരാം കേട്ടോ. ഓക്കേ.